രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണ് ശബരിമലയിലെ പ്രതിഷേധങ്ങളെന്ന ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. വരും ദിവസങ്ങളിൽ തിരക്ക് കൂടാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സന്നിധാനത്ത് നേരിട്ടെത്തി ദേവസ്വം മന്ത്രി സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള തിരക്കിൽ വലിയ കുറവില്ലെങ്കിലും ശബരിമലയിൽ നിയന്ത്രണ വിധേയം. 18-ാം പടി കയറിയെത്തുന്ന അയ്യപ്പന്മാർക്ക് സുഖദർശനം. നല്ല ദർശനമായിരുന്നു. വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പൊ കുറച്ച് തിരക്ക് കഴിഞ്ഞിട്ടുണ്ട്. ദർശനം കിട്ടി. നല്ല ദർശനമാണ്. നല്ല തിരക്ക് നന്നായിട്ടുണ്ട്. സ്ഥിതിഗതികൾ നേരിട്ട് മനസ്സിലാക്കാൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ സന്നിധാനത്തെത്തി അവലോകന യോഗം ചേർന്നു. വാഹനങ്ങൾ തടഞ്ഞ് തിരക്ക് നിയന്ത്രിച്ചതിലുള്ള മന്ത്രിയുടെ അതൃപ്തി ഉന്നതതല അവലോകന യോഗത്തിൽ പോലീസിനെ അറിയിച്ചു. ശബരിമല തീർത്ഥാടനത്തെ മോശപ്പെടുത്താൻ ശ്രമം നടക്കുന്നുവെന്നും വ്യാജ പ്രചരണങ്ങൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആളുകളെ ഇളക്കി വിടാൻ വേണ്ടിയിട്ട് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുക സോഷ്യൽ മീഡിയയിൽ മറ്റ് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചു. സൈബർ സെൽ അത് പരിശോധിക്കുന്നുണ്ട്. ഈ വ്യാജ വാർത്തകൾ, ഫേക്ക് ന്യൂസുകൾ ഇവിടുന്നാണ് ഏതെല്ലാം കേന്ദ്രങ്ങളിൽ നിന്നാണ് വരുന്നത് കൃത്യമായിട്ട് പരിശോധന കുറെ എണ്ണം കണ്ടുപിടിച്ചു. നിലയ്ക്കലിലും പമ്പയിലും ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ സന്ദർശനത്തിനെത്തിയ BJP സംഘം ആവശ്യപ്പെട്ടു. ഇങ്ങനെ അടിസ്ഥാനപരമായിട്ട് കഴിക്കാൻ ഭക്ഷണം, ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുക, അത് ഒരു ഭക്തന്റെ ഭരണഘടനാദത്തമായ അവകാശമാണ്. മണ്ഡലപൂജയോടനുബന്ധിച്ച് തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യത കൂടി പരിഗണിച്ച് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ സന്നിധാനം.